ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗം എല്ലാവരും വായിച്ചിട്ടുണ്ടോ? വലിയ ജനാവലോട് കൂടി വരുന്ന യേശു എനിക്ക് കാഴ്ച തരണമേ എന്ന അന്ധൻ്റെ യാചന കേട്ട് അവനെ സുഖപ്പെടുത്തി. ഞാൻ ഇതൊക്കെ പറയും, നിങ്ങൾ കേൾക്കും, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ മറക്കും. നമ്മുടെ KCCയിലെ അങ്കിളുമാർ നിങ്ങൾക്ക് കാണാൻ ഒരു സ്കിറ്റ് അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. നേരിട്ട് കാണുന്നത് കൂടുതൽ ഓർത്തിരിക്കുകയും ചെയ്യും. യേശുനാഥൻ ഇതാ വൻ ജനാവലിയുടെ നടുക്കിലൂടെ കടന്നു വരുന്നു. ജനാവലിയെ തുടച്ചുമാക്കി ഇതാ യേശുനാഥൻ കടന്നു വരികയാണ്. മാറിക്ക് അങ്ങോട്ട് മാറിക്ക്. ഇതാ യേശുനാഥൻ കടന്നു വരുന്നു. ഒന്ന് മാറിക്കേ നിങ്ങൾ നിൽക്കു കൂട്ടാതെ യേശു കടന്നു പോട്ടെ. അതെന്താണ് ഒരു ശബ്ദം? അദ്ദേഹം കടന്നു വരുന്നതാണ്. യേശു കടന്നു വരുന്നു. അതൊക്കെ അലറണോ? ചെവി പൊട്ടിപ്പോകുമല്ലോ. യോഗ്യന്മാരായ പലർക്കും യേശുവിന്റെ അടുത്ത് എല്ലാവരും സംസാരിക്കാനോ സാധിക്കാറില്ല. അപ്പോഴാ കണ്ണു പൊട്ടനായ നിനക്ക് ദാവീദിന്റെ പുത്രനായ യേശുവേ എങ്കിൽ അടുത്തേക്ക് വിളിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഗുരു, എനിക്ക് കാഴ്ചശക്തിയില്ല ഗുരു. എനിക്ക് കാഴ്ചശക്തി വീണ്ടും കിട്ടണം ഗുരു. അപ്പോൾ നിനക്ക് നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നു? കള്ളച്ചാരായം കുടിച്ച് കണ്ണും പൊട്ടിച്ച് കള്ളക്കണ്ണരുമായി വന്നിരിക്കുന്നു ഗുരു. എന്നോട് കരുണ കാണിക്കണമേ ഗുരു. ഭാവിയോട് കരുണ കാണിക്കണമേ. അപ്പോൾ നിനക്ക് കാഴ്ചശക്തി വേണ്ടി കിട്ടണമല്ലേ? അതേ ഗുരു. മകനെ, അയ്യോ, ഞാൻ എല്ലാം കാണുന്നു. ഞാൻ എല്ലാവരെയും കാണുന്നു. എന്റെ യേശു എന്നെ സൗഖ്യപ്പെടുത്തി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഗുരു, ഞാൻ അങ്ങേ അനുഗമിക്കട്ടെ. നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങുക. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവനോ? നിനക്കോ? നിത്യം ജീവിക്കാനുള്ള സെറ്റപ്പ് തന്നെയാണല്ലോ വരവ്. എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ല, നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്ക് അറിയാമല്ലോ. 10 പ്രമാണങ്ങളും പച്ചവെള്ളം പോലെ അറിയാം ഗുരു. എങ്കിൽ നീ പറ, 5-ാം പ്രമാണം ഏതാണ്?
എങ്കിൽ നീ 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ? വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരമോ? അതുപോലെ വിചാരം പോലും എനിക്കുണ്ടായി. തായ്ലാൻഡിലെ പട്ടായയിൽ ടൂറ് പോയപ്പോൾ ഭാര്യയും കുട്ടിയാണ് ഞാൻ ടൂറ് പോയത്. സ്വന്തം ഭാര്യാവെ തന്നെയല്ല പോയത്. വല്ലവന്റെ ഭാര്യയെ പോലെ അത് വ്യഭിചാരമാണും. മോഷ്ടിക്കരുത് എന്നതാണ് ഒരു പ്രമാണം. മോഷ്ടിക്കാനോ? ഞാനോ? എന്റെ ഭാര്യയുടെ പേരുള്ള ഏലക്കാത്തോട്ടത്തിൽ നിന്നും എന്തുമാത്രം ഏലക്കായാണ് ദിനം പ്രതി മോഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. എന്റെ ഭാര്യയോട് ഞാൻ ആ കള്ളന്മാരോട് ക്ഷമിക്കാനും ഉപദേശിക്കുകയും ചെയ്യും. കള്ളസാക്ഷ്യം പറയരുത് എന്നതാണ് ഒരു പ്രമാണം. കള്ളസാക്ഷ്യം പോയിട്ട് നല്ല സാക്ഷ്യം ഞാൻ പറയാറില്ല. സാക്ഷ്യം പറഞ്ഞാൽ ഉള്ള കേസും പുകിലും ഓർത്ത് എന്റെ കൺമുമ്പിൽ ഒരു അപകടം കണ്ടാൽ പോലും ഞാനത് ശ്രദ്ധിക്കാതെ എന്റെ വഴിക്ക് പോകും. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നതാണ് ഒരു പ്രമാണം. എന്റെ മാതാപിതാക്കന്മാരുടെ സ്നേഹവും ബഹുമാനവും നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. രൂപ 25 ലക്ഷം മുടക്കിയാണ് ഞാൻ എന്റെ മാതാവിനെയും പിതാവിനെയും വൃത്തമന്ദിരത്തിൽ 5 സ്റ്റാർ സെറ്റപ്പിലാണ് താമസിച്ചിരിക്കുന്നത്. എങ്കിൽ മകനെ, നിനക്കൊരു കുറവുണ്ട്. എനിക്ക് എന്തത് കുറവ്? എനിക്കത് കുറവൊന്നും കാണുന്നില്ല. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് അബ്കാരി അമറാൻ മാതാവിയുടെ ഏലക്കാമാല 5 ലക്ഷം രൂപയാണ് ഞാൻ ലേലത്തിൽ പിടിച്ചത്. നിന്റെ എന്താണ് ഒരു കുറവ്? മകനെ, നിനക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. കഷ്ടപ്പെട്ട് തട്ടിച്ചും വെട്ടിച്ചും മോഷ്ടിച്ചും ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ഞാൻ നാട്ടുകാർക്ക് വിതരണം ചെയ്തിട്ട് കുത്തുപാള എടുക്കാനാണോ? വേണ്ട ഗുരു, എനിക്കത് വേണ്ട. എനിക്കതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റിയില്ല. എനിക്ക് നിത്യജീവനും വേണ്ട, ദൈവരാജ്യവും വേണ്ട. ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെ അങ്ങ് ജീവിച്ചു കൊള്ളാം. യുവന്മാരൊക്കെ പറയുന്നത് കേട്ട് എന്നെ നേരത്തെ മുകളിലോട്ട് വിളിച്ചാക്കല്ലേ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ആർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും? നീതിമാൻ കഷ്ടിച്ച് മാത്രമാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? വല്ലവരായി നടക്കുന്നവരെ അന്ത്യദിനത്തെ ഓർത്തോളൂ. സ്വത്തും പണവും സ്വർണവും ഒന്നും രക്ഷയ്ക്കായിട്ടെത്തിയില്ല. സ്വത്തും പണവും സ്വർണവും ഒന്നും രക്ഷയ്ക്കായിട്ടെത്തിയില്ല. രക്ഷകനീശോ ചൊന്നതുപോലെ സ്വത്തും പണവും ധ്യാനം ചെയ്യും. രക്ഷകനീശോ ചൊന്നതുപോലെ സ്വത്തും പണവും ദാനം ചെയ്യും. സ്വർഗത്തിൻ പടിയേറിയിടൂ, സ്വർഗത്തിൻ പടിയേറിയിടൂ, സ്വർഗത്തിൻ പടിയേറിയിടൂ, സ്വർഗത്തിൻ പടിയേറിയിടൂ.